ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കുക്കറിൽ മത്തി വറ്റിച്ചതാണ് കേട്ടോ. അപ്പം മത്തി കുരുമുളകൊക്കെ ഇട്ടിട്ട് വറ്റിച്ചതാണ്. പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഇവിടെ എൻ്റെ മക്കൾസിനും ഇക്കാക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മത്തി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മത്തി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണിനും പിന്നെ ചെകിളുണ്ടല്ലോ, അതൊക്കെ നല്ലൊരു ചുവപ്പ് കളർ ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ല മത്തി തന്നെയാണ് കേട്ടോ. അപ്പം മത്തി മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് പിന്നെ പാട പോലെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ബ്ലഡൊക്കെ കട്ട പിടിച്ചതൊക്കെ, അതൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അപ്പോൾ സൈഡിലുള്ള ആ ഒരു പിന്നെ നമ്മൾ ചിറക് മാതിരി ഉണ്ടാവും ബാക്കിലിട്ടോ, അതൊക്കെ ഒഴിവാക്കണം. ഇനി എനിക്ക് തല എടുക്കുന്നത് പൊതുവെ ഇഷ്ടമില്ല കേട്ടോ. മത്തിയുടെ തലയൊക്കെ നല്ലതാണ്, പക്ഷേ ഇത് ചെറിയ മത്തി ആയതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കണില്ല കേട്ടോ. മത്തിയുടെ തലയൊക്കെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ആ ചെകിളൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ. അപ്പോൾ ഞാനിപ്പം എടുക്കണില്ല ഏതായാലും. അപ്പം നമ്മൾ ഫുള്ള് നല്ല പോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ചധികം ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ തക്കാളി നമ്മൾ സ്ലൈസാക്കിയിട്ട് വേണം അരിയാൻ. തക്കാളി കട്ട് കുറച്ചിട്ട് വേണം കേട്ടോ അരിയാൻ. അല്ലാഞ്ഞാൽ നമ്മൾ പിന്നെ മത്തിക്ക് എല്ലാം പാടെ ഒപ്പിട്ടാണ് വെക്കുന്നത്. അപ്പം തക്കാളി ഒന്നും വെന്ത് കിട്ടൂല കേട്ടോ. അപ്പം നല്ല പോലെ ചതക്കും വേണം. പിന്നെ ഉള്ളികളൊക്കെ അതുപോലെ തക്കാളിയൊക്കെ നല്ലപോലെ കീറണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു 4-5 പിന്നെ പച്ചമുളകും കൂടി കീറി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മത്തി വരയൊക്കെ ഇട്ട് നല്ല പോലെ ക്ലീനാക്കി കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പൊടിഞ്ഞൊന്നും പോകില്ല, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. എല്ലാ സംഭവം നമ്മൾ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തക്കാളി ഒരു 2 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 4-5 പച്ചമുളക്, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ചധികം തന്നെ ചെറിയുള്ളി ചതച്ചത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 3/4 ടീസ്പൂണൊക്കെ ഉണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകവും ഏകദേശം. ഏതായാലും നമ്മളൊരു 2 ടീസ്പൂണ് തന്നെ, വലിയ ടീസ്പൂണിന് 2 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുരുമുളകാണ് ആഡ് ചെയ്യുന്നത്. ഈ കുരുമുളക് പൗഡർ നമ്മൾ ഒരു 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവവും നമ്മൾ ഇതിലേക്ക് തന്നെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണ കേട്ടോ, അതും കൂടി തൂവിയിട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വാളംപുളി പിഴിഞ്ഞതാണിത്. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു അല്പം കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. കുക്കറാകുമ്പോൾ വെള്ളമൊക്കെ ഉണ്ടാവും, അടി പിടിക്കൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പം മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ട് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പം പൊടിഞ്ഞൊന്നും പോകില്ല, കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിതാ അങ്ങോട്ട് നിരത്തി വെക്കുക കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് നിരത്തി വെക്കുക. അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ചെടുക്കുക. ഒരു പാടൊന്നും വേണ്ട കേട്ടോ. വിസിലടിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ആ ഒരു ദമ്മിൽ തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മത്തി വറ്റിച്ചത്, കുരുമുളകിട്ട് വറ്റിച്ചത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പച്ചക്കുരുമുളകാണെങ്കിൽ ഇതിനെക്കാട്ടിലും പൊളിക്കും കേട്ടോ. അപ്പോൾ അതെൻ്റെ അടുത്ത് ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി യൂസ് ചെയ്തത്. ഏതായാലും നമ്മൾ നല്ല പോലെ ഒന്ന് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു പിന്നെ തവി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് ഇളക്കുക, ഒരുപാട് ഇളക്കി പോരുത്, കാരണം പൊടിഞ്ഞു പോകും കേട്ടോ, മത്തിയല്ലേ. അപ്പം നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മക്കൾസിനൊക്കെ ഒത്തിരി ഇഷ്ടമാകും. മത്തി പറഞ്ഞാൽ ഏറ്റവും നല്ലതാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇത് കൂട്ടി ഇപ്പം തന്നെ കുറച്ച് ചോറ് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതുണ്ടായാലും ചോറിക്ക് വേറെ ഒന്നും വേണ്ട അല്ലേ, അത്രയ്ക്കും ടേസ്റ്റാണിത്. കണ്ടില്ലേ, നമ്മൾ വിസിലടുപ്പിക്കുമ്പോൾ വിചാരിക്കും നമ്മൾ പൊടിഞ്ഞു പോകുന്നൊക്കെ വിചാരിക്കും, അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടി തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്ന് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇത്. എല്ലാം അതിലേക്കാണ് ഇട്ടിട്ട് നമ്മൾ കുക്കർ അടിച്ചിട്ട് ഒറ്റ വിസിൽ മതി കേട്ടോ. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ കുറച്ച് തൂകി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ പിന്നെ ചോറിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ.